വിശ്വ വിശ്വം ആഹാ ഇവിടെ നിൽക്കുകയായിരുന്നോ? ശിവ ശിവ ധാരായത് തനിക്ക് വഴിയൊക്കെ ഓർമ്മയുണ്ടോ? മറന്നിട്ടൊന്നുമില്ല പുണ്യരെ, ഒന്നും ഇങ്ങോട്ട് കിടക്കാൻ സമയം കിട്ടുന്നില്ല, അതുകൊണ്ടാ. അല്ല, നമ്മുടെ വിശ്വ എവിടെ? കിഴക്ക് വെളുക്കണതിന് മുമ്പ് പാടത്തോട്ട് പോയതാ. ആ, എന്തൊക്കെയുണ്ട് വിശേഷം? ബിസിനസ് ഒക്കെ പൊടി പൊടിക്കണുണ്ടെന്ന് വിശ്വം പറഞ്ഞു. ബിസിനസ് എന്നൊക്കെ പറയുമ്പോ വലിയ അന്തസ്സാ. സംഗതി ലൊടാക്ക് മലഞ്ചരക്ക് കച്ചവടാന്നുള്ളത് നമുക്കല്ലേ അറിയൂ. ആ ശരിയാ ശരിയാ. അപ്പോൾ നേരെ ഒന്ന് നിന്നേ. എന്താ ഇന്നലത്തെ കൂലിയുടെ കണക്കാ? എന്താണോ ഇപ്പൊ ഖേദമുണ്ടോ? പഠിക്കാൻ പറഞ്ഞയച്ച കാലത്ത് രാഷ്ട്രീയവും കുത്തുപറിയുമായിട്ട് നടന്നോണ്ടല്ലേ? അതിപ്പോ ഓരോരുത്തരുടെ തലവരാന്നല്ല, എന്താ പറയാ. വിശ്വന്റെ കാര്യം എന്താ? അമ്മ എപ്പോഴും എന്നെ സഹായിച്ചുകൊണ്ടിരുന്ന അവന്റെ പേരും പറഞ്ഞ എന്റെ ഏട്ടന്റെ മോനെ കണ്ട് പടിയടാന്ന്. ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ റാങ്കോടെ പാസ്സായല്ലേ. അവനിപ്പൊ എന്താ ചെയ്യണേ? പാടവും കൃഷിയും ചെളിയുടെ മണവില്ലാണ്ട് ഉറക്കം കിട്ടില്ല എന്നുള്ള അവസ്ഥയല്ലേ അവന്. അയാളുടെ കാര്യം ഒന്നും പറയാണ്ടിരിക്കാ നല്ലത്. രേവതിക്കുട്ടിയുടെ കല്യാണം കൂടി കഴിഞ്ഞ കുടകിലോ വെച്ചാ പോവാത്രേ. തോട്ടം വാങ്ങി കൃഷി നടത്താൻ. എന്താ ഇപ്പൊ ചെയ്യാ? ഓരോരുത്തരുടെ ഓരോരോ രീതികൾ. അല്ല, ഇവിടെ ടെലിഫോൺ വർക്ക് ചെയ്യുന്നില്ലേ? അതിന്റെ ഒരു സ്വഭാവം അങ്ങനെയല്ലേ. ഒരു മഴ ചാറിയെന്ന് കേട്ടാ മതി, 4 ദിവസത്തേക്ക് കമാന്നൊരു അക്ഷരം മിണ്ടില്ല. അടുപ്പിലിട്ട് കത്തിക്കാ വേണ്ടത്. ആ എന്നാ അങ്ങനെ ആവട്ടെ, ഞാനിന്ന് വിശ്വനെ കണ്ടിട്ട് അങ്ങോട്ട് പോവും. അടുത്ത ആഴ്ച വിസ്തരിച്ചൊന്ന് വരുന്നുണ്ട് അമ്മയും കുട്ടി. എന്താ? ശരി. വിശ്വം ഹലോ, ഗുഡ് മോർണിംഗ്. എന്തു പറ്റി ഈ വഴിക്കൊക്കെ? എന്താടോ മിഴിച്ചു നോക്കണേ? അല്ല, ഞാൻ ചിന്തിക്കുകയായിരുന്നേ, മനുഷ്യന്റെ ഓരോ കാര്യം. 5 ശമ്പളം, ബാംഗ്ലൂർ സിറ്റിയിൽ കിണ്ണം കാച്ചി ഓഫീസ്, കമ്പനിയുടെ ഫ്ലാറ്റ്, ആകപ്പാടെ പളപളാന്നുള്ള ജീവിതം. ഇതൊക്കെ ഇട്ടെറിഞ്ഞു പോന്നതേ ഈ ചേറി കിടന്ന് മറിയാനായിരുന്നല്ലോന്ന്. ആ പറഞ്ഞ ലക്ഷറീസിന്റെ കൂട്ടത്തില് കഴുത്തിൽ ഒരു ടൈയും കൂടി ഉണ്ടായിരുന്നു. അതിന്റെ മുറുക്കം കൂടി ശ്വാസം മുട്ടിയപ്പോഴാ എല്ലാം കൂടെ തട്ടി ഒരു ഏറ് വെച്ചു കൊടുത്തത്. ഇതിന്റെ ഒരു ത്രില്ലും ഫ്രീഡും ഒക്കെ വേറെ എവിടെ കിട്ടുവടാ? ആ അല്ല, നീ എന്താണ് രാവിലെ തന്നെ? ഞാൻ 2-3 ദിവസമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു. അമ്മയും കുട്ടി അങ്കമാലി വരുന്നു പോയി. ആ തിമിരത്തിന്റെ ഓപ്പറേഷൻ ആയിരുന്നു. ഇന്നലെ രാത്രിയാ വന്നത്. വന്നപ്പോ വേലക്കാരി പെണ്ണാ പറയണത് മിനിയാന്ന് രാവിലെ രേവതിയോട് വിളിച്ചിരുന്നത്രേ. കുഞ്ഞുങ്ങളത്തേക്ക് ഇനി ഒരുപാട് ട്രൈ ചെയ്തു, പക്ഷെ കിട്ടിയില്ല. വീട്ടില് ഫോൺ ഔട്ട് ഓഫ് ഓർഡറാ. എന്താ വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല, പക്ഷെ നീ ഒന്ന് അടിയന്തരമായിട്ട് അവിടെ വരെ ചെല്ലണമെന്ന്. അടിയന്തരാണെന്ന് മാത്രം പറഞ്ഞു. കാര്യമൊന്നും ഉണ്ടാവില്ല. അവൾക്ക് നാട്ടിലേക്ക് വരണമെന്നുണ്ടാവും. നീ ടൗണിൽ ചെന്നിടത്തുനിന്ന് വിളിക്ക്, എന്നിട്ട് തീരുമാനിക്കാൻ പോണോ പോണ്ടേന്ന്. അടിയന്തരായിട്ട് ചെല്ലണം എന്നൊക്കെ പറയുമ്പോ ഞാൻ പോണം. ടെൻഷനൊന്നും വേണ്ട. ഇതൊരു ഇഷ്യൂ ആക്കണ്ടെന്ന് കരുതി ഞാൻ അപ്പുണ്ണേരൊന്നും പറഞ്ഞിട്ടില്ല. എന്താ ഇപ്പോ പെട്ടെന്നിങ്ങനെ? ഫോൺ ചെയ്തിട്ട് മോളെ കിട്ടിയില്ലേ? ഇല്ല, ഹോസ്റ്റലിൽ വിളിച്ചപ്പോ അവിടെ ഇല്ലാന്നാ പറഞ്ഞേ. ഹോസ്പിറ്റലിൽ ട്രൈ ചെയ്തിട്ട് കിട്ടിയിട്ടില്ല. ഹരി ശ്രമിക്കണ്ട്. ഇനിയിപ്പോ ഒന്നും നോക്കണ്ട, പൊയ്ക്കളയ്യ, അതാ നല്ലത്. അന്യനാട്ടില് പഠിക്കാനായി ഒരു 5 കൊല്ലം. ഇപ്പൊ അവിടെ ജോലിയെന്നും പറഞ്ഞിട്ട്. അല്ല, ഈ MBBS കഴിഞ്ഞവർക്കൊന്നും നമ്മുടെ നാട്ടിൽ പണി കിട്ടില്ലേ? അതാ ഞാൻ ചോദിക്കണത്. അതിപ്പോ എന്താ ചെയ്യാ പുണ്യാരെ? അവക്കഥ ഇഷ്ടം. പോയി കൈയോട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരിക. ഒരു ഏട്ടനുണ്ട്, അനിയത്തിയും. രണ്ടിനും തോന്നിയ പോലെയാ. എന്നെ കൊണ്ട് വയ്യ ഇടയിൽ കിടന്ന്. ഹരി വന്നു എന്നാ തോന്നണേ. അമ്മേ, എന്തായി?
ആ ഹോസ്പിറ്റലിൽ കിട്ടി. അവിടെ ഇനി നാളെ ഡ്യൂട്ടി ഉള്ളത്രേ. ഒരു പ്രോപ്പറായ മറുപടി കിട്ടണില്ല. എന്തേലും സുഖമില്ലാണ്ടോ മറ്റോ ആയോ ഈശ്വര? ഏയ് വല്ല ഫ്രണ്ടിന്റെയോ മറ്റോ വീട്ടിൽ കാണും. ചില മലയാളി കുട്ടികളുണ്ടല്ലോ അവിടെ. എന്തായാലും സമയം കളയാണ്ട് ഞാൻ തിരിക്കാം. യാത്ര എങ്ങനെയാ? ഏതാ വണ്ടി? ആ ട്രെയിനിൽ നോക്കണ്ട, ഭയങ്കര റഷാ. ആ അതാ പിന്നെ ആ ഞാൻ വേറെ സംഗതി റെഡിയാക്കിയിട്ടുണ്ട്. ഒരു ബസ്സാ, ആ. പിൽഗ്രിം ടൂറാ. നമ്മുടെ ഗുരു ട്രാവൽസിന്റെ ഒരു സീറ്റ് ഞാൻ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. എങ്ങനെയും അങ്ങ് എത്തിയാ മതി. ദേ ഞാൻ കൂടെ. ഏയ് വേണ്ട, ഞാൻ ചെന്നിട്ട് വിളിക്കാം. ഏട്ടൻ ഇതാ എത്തി മോളെ. ആ സാറ് കയറുന്ന. പിന്നെ സീറ്റിന്റെ കാര്യം ചിലപ്പോൾ പ്രശ്നമാവും. കാരണം മീനാക്ഷി വരുത്തുന്ന ഗ്രൂപ്പ് കയറാനുണ്ട്. സ്ഥിരം പാർട്ടീസാ. അവർ നേരത്തെ ടിക്കറ്റ് റിസർവ് ചെയ്തിരുന്നതാ. സാരമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോവാം. എന്താ? എനിക്ക് എങ്ങനെങ്കിലും അങ്ങ് എത്തിയാ മതി. ഓ അങ്ങനെ ആയിക്കോട്ടെ. ആ എന്നാ പുറപ്പെട്ടോ. பஸ் வந்துருச்சு. வாங்க வாங்க, எவ்வளவு நேரம் வெயிட் பண்ணிட்டு இருக்கு. சீக்கிரம் வாங்க. ആ ബുക്ക് ചെയ്ത പാർട്ടി തന്നെയല്ലേ? കയറിക്കോ. கௌரி, ஐயோ குழந்தை காணா. யாராவது போய் கொஞ்சம் கூப்பிடுங்க. கௌரி, എന്നാ ഗൗരി, ഇന്നൊക്കെ ഒരു തീർത്ഥാടനത്തിന് നീയും പോണോ? ആ പാർട്ടി പെരിയപ്പ ടീമിന്റെ ക്യാപ്റ്റൻ ഞാനാ. എന്താ തിരുപ്പതി പോനാ ലഡു മറക്കാതുങ്കോ. മറക്കില്ല. ഗൗരി, ആ വാങ്ങോ. അമ്മ എനിക്ക് സൈഡ് സീറ്റ് വേണമ്മ. പരശുവെങ്കേ അവനെ വിട്ട് ഓടിപ്പോന്നോ? ഇല്ല, അവൻ പാട്ടിയുടെ കൂടെ കയറിയിട്ടുണ്ട്. இல்லடி, நான் இங்க இருக்கேன். സൂപ്പർ പാട്ടി. എങ്ങനെ നുഴഞ്ഞു കയറിയത്? ഡേ നമുക്ക് സീറ്റേ ഇല്ലടാ, നീ അങ്ങ് ഉட்காரு. സൈഡ് സീറ്റേ ഇല്ല. தாத்தா அந்த சைட் சீட் எனக்கு கொடு தாத்தா. നോ ചാൻസ് അടി. എനിക്ക് സൈഡ് സീയിങ്നാ ரொம்ப പിടിക്കും. അല്ല, ഈ സീറ്റ് എടുത്തോളൂ, ഞാൻ വേണ്ട, അങ്ങോട്ട്. ഇരുന്നോളൂ. എനിക്ക് സത്യത്തിൽ ഇതിൽ സീറ്റ് ഉള്ളതല്ല. ഇത് നിങ്ങളുടെ ഗ്രൂപ്പിന്റെ തന്നെയാവും. സാരമില്ല, അയ്യോ ഇരുന്നോളൂ. സാരില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം. ആ എല്ലാരും ഏറിയാച്ചാ? ആ എല്ലാരും ഏറിയാച്ച്. ആ എന്നാ പോ.
हिमशैलज श्री पार्वती पाहि मां शङ्करी श्रीमङ्गलकारिणि पाहि मां गौरी മാഷെ സ്ഥലമെത്തി. ഞങ്ങൾക്ക് നേരെ പോകണ്ടേ, അപ്പുറത്ത് നിന്നാ വേറെ ബസ് കിട്ടും. ഈ വെക്കേഷൻ എന്തായാലും എക്സ്ക്യൂസ് മീ, മദറിന്റെ ഓഫീസ് ഫസ്റ്റ് ഫ്ലോറിലാ. താങ്ക് യു. എന്താ മിസ്റ്റർ വിശ്വനാഥൻ പറയുന്നത്? രേവതി വീട്ടിലെത്തിയിട്ടില്ലെന്നോ? ഇല്ല മദർ. ഇന്നേക്ക് 4 ദിവസം മുൻപ് ഹോസ്റ്റലിന്റെ വാനിലാണ് രേവതിയെ സ്റ്റേഷനിൽ കൊണ്ടുപോയി വിട്ടത്. ദാ സിസ്റ്റർ സൂസന്റെ കൂടെ ഉണ്ടായിരുന്നല്ലേ? സ്റ്റേഷന്റെ മുന്നിൽ തന്നെ ഞങ്ങൾ അവളെ ഡ്രോപ്പ് ചെയ്തത്. കൺഫേം ടിക്കറ്റ് അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. എന്നിട്ട് അവൾ എവിടെ പോയി? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മദർ. നിങ്ങൾ പറയും പോലെയാണെങ്കിൽ 2 ദിവസം മുമ്പ് അവൾ അവിടെ എത്തിയിരിക്കേണ്ടതല്ലേ? എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്കും മനസ്സിലാകുന്നില്ല. ഞാൻ ഇനി ആരോടാണ് തിരക്കേണ്ടത്? സി മിസ്റ്റർ വിശ്വനാഥൻ, നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും കൺഫ്യൂസ്ഡ് ആണ്. ഇതുപോലൊരു ഇൻസിഡന്റ് ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരുപക്ഷെ ഏതെങ്കിലും ബോയ് ഫ്രണ്ടിന്റെ കൂടെ. അല്ല, രേവതി അങ്ങനെ ഒരു ടൈപ്പ് അല്ല എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. എന്നാലും നോ സിസ്റ്റർ, നോ ചാൻസ്. ഞാൻ അറിയാത്ത ഒരു റിലേഷനും ഫ്രണ്ടും ഒന്നും അവൾക്കില്ല. പിന്നെ എന്താണ് സംഭവിച്ചത്? അത് തന്നെ എനിക്കും അറിയേണ്ടത്. ഉത്തരം തരാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. നിങ്ങളുടെ അടുത്തൊക്കെയുള്ള വിശ്വാസം കൊണ്ട് നാട്ടിൽ നിന്ന് ഇത്രയും ദൂരത്തായിട്ടും ഞാൻ അവളെ ഇവിടെ പഠിക്കാൻ അയച്ചത്. ധൈര്യമായിരിക്കൂ വിശ്വം. നാട്ടിലേക്കൊന്ന് വിളിച്ചു നോക്കിയാലോ? ചിലപ്പോ യാത്രക്കിടയിൽ എന്തെങ്കിലും ഡിലേ ഉണ്ടായി. ശരിയാ. വിശ്വനാഥൻ ഒന്ന് വിളിക്കൂ. ദൈവാനുഗ്രഹത്താൽ രേവതി അവിടെ എത്തിയിട്ടുണ്ടാവുമെന്ന് എന്റെ വിശ്വാസം. ഹലോ 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 ഹലോ, അപ്പുണ്യാരാ? ഇത് ഞാനാ, വിശ്വം. ഉവ്വ. പിന്നെ അവിടെ എന്താ വിശേഷം? ഒന്നുമില്ല. അല്ല, രേവതിക്കുട്ടി എന്ത് പറഞ്ഞു കല്യാണ കാര്യം പറഞ്ഞപ്പോ? അത് ഉടക്കൊന്നും പറയാൻ സമ്മതിക്കണ്ട. പിടിച്ച പിടിയാലെ ഇങ്ങോട്ട് കൊടുത്തോളൂ. ഹലോ ഹലോ, എന്ത് പറ്റി വിശ്വം? ഹലോ വിശ്വം. അവിടെ എത്തിയിട്ടില്ല. ഇല്ല. ഗുഡ് മോർണിംഗ് മദർ. മോർണിംഗ്. ഇത് മേഴ്സി ചെറിയൻ, രേവതിയുടെ റൂംമേറ്റ് ആണ്. എന്തെങ്കിലും പറഞ്ഞിരുന്നു രേവതി? വീട്ടിലേക്കല്ലാതെ മറ്റെവിടേക്കെങ്കിലും പോകുന്ന കാര്യം? ഇല്ല സിസ്റ്റർ. ചേട്ടൻ വന്നിട്ട് ഒരുമിച്ച് പോകാനായിരുന്നു ആദ്യം പ്ലാൻ. ചേട്ടന് ഫോണിൽ കിട്ടാൻ ഒരുപാട് ട്രൈ ചെയ്തു. പിന്നെ ഒരു കസിൻ ബ്രദറിന്റെ. ആ മെസ്സേജ് കിട്ടിയ ഉടനെ ഞാൻ ഇവിടേക്ക് തിരിക്കുകയായിരുന്നു. അവൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളതായി മേഴ്സിക്ക് തോന്നിയിരുന്നോ? പ്രോബ്ലംസ് എന്ന് വെച്ചാ? ഇല്ല, ഒന്നുമില്ല. എന്നാ ശരി, മേഴ്സി പൊയ്ക്കോളൂ. എക്സ്ക്യൂസ് മീ. ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആണ്. വ്യക്തമായ ഒരു ഉത്തരം ആരും എനിക്ക് തരുന്നില്ല. കുട്ടിയാണെങ്കിൽ എന്തോ പറയാൻ മടിക്കുന്നത് പോലെ. മദറിന്റെ മുമ്പിൽ വെച്ച് പറയാൻ കഴിയാത്തതാണെങ്കിൽ പ്ലീസ് എന്നോട് പറയാം. ഇല്ല, ഒന്നുമില്ല. ഉണ്ട്. എനിക്കത് കുട്ടിയുടെ മുഖത്ത് കാണാം. അതെന്താണെന്ന് എനിക്കറിയണം. അത്
ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. രേവതി പോകുന്നതിന്റെ തലേന്ന് ഒരു ഗ്രൂപ്പ് ആളുകൾ ഗുണ്ടാസിനെ പോലുള്ള ഹോസ്റ്റലിൽ വന്ന് രേവതി ത്രെട്ടൻ ചെയ്തു. എന്തിന്? ആരാ അവര്? അവര് ഞാൻ പോയിക്കോട്ടെ. ഇവിടെ ഇങ്ങനെ ഒന്നും സംസാരിക്കാൻ പാടില്ല. അല്ല, രമേശ്, നിർത്ത്. സിറ്റിയിൽ ഞാൻ ഒരുപാട് അന്വേഷിച്ചു. ഭാഗ്യത്തിന് കണ്ടത്. രമേശ്, രേവതിയുടെ ബ്രദർ വിശ്വട്ട്. ഞാൻ രമേശ്, രേവതിയുടെ കൊലീഗാണ്. ഹലോ. അവിടെ വെച്ച് എനിക്കൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. അതാ ഞാൻ പിറകെ വന്നത്. രേവതിയുടെ ഒരു ഫ്രണ്ടിന്റെ കാര്യം